ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒക്ടോബർ മാസം 26-ാം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണ്. ഞായറാഴ്ച ദിവസം നമുക്കത് ഏറ്റവും പരിശുദ്ധമായി ആചരിക്കാം. ഒപ്പം ഏലിയാ സ്ലിവ മൂശക്കാലങ്ങളിൽ അവസാനത്തെ ഞായറാഴ്ചയായ 8-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുന്നു. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെ ഭാഗങ്ങളിൽ വിവരിക്കുന്ന പുനരുത്ഥാനത്തെക്കുറിച്ച് ഈശോ സദൂക്കായർക്ക് നൽകുന്ന പ്രബോധനമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ ധ്യാന വിഷയം. നമ്മുടെ ആത്മീയ അറിവ് സമഗ്രമല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോകുമെന്ന് ഈശോ പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മുറിവൈദ്യൻ ആളെ കൊല്ലും. ചെറിയ അറിവ്, ഭാഗികമായ അറിവുമായി ജീവിക്കുന്ന പലപ്പോഴും നമ്മളെ ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് അല്ലെ തെറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. 3 ആത്മീയ വിചാരങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനായി ഈശോ പ്രേരിപ്പിക്കുന്നത്. ഒന്നാമത്, സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്ന സദുക്കായർ ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. സദുക്കായർ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നതിന് കാരണം അവർ യഹൂദ വിഭാഗത്തിലെ ഒരു ഭാഗമായ ആളുകളാണ്. അത് അവരുടെ പ്രത്യേകത, അവർ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രം, തോറ, മോശയുടെ നിയമങ്ങൾ മാത്രം പ്രമാണ ഗ്രന്ഥമായി കണക്കാക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ആ 5 പുസ്തകങ്ങളും അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളും മാത്രമേ ഔദ്യോഗികമായിട്ടുള്ളൂ. മറ്റൊന്നിനെയും അവർ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല. തോറയിൽ നേരിട്ട് പറയുന്നില്ല ഒരു ശരീരങ്ങളുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്. അതുകൊണ്ട് അവരതിൽ വിശ്വസിക്കുന്നുമില്ല. പുനരുത്ഥാനം ഇല്ല എന്ന് സദുക്കായർ വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. തോറ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതിൽ പുനരുത്ഥാനത്തെക്കുറിച്ച്, ശരീരങ്ങളുടെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാനും പറ്റുന്നില്ല. ഈശോ അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. തുടർന്നും ബൈബിളിലുള്ള ആധികാരിക പുസ്തകങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ, അത് നിങ്ങൾ അറിയാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാര്യം ഗ്രഹിക്കുന്നതിൽ തെറ്റുപറ്റുന്നു. ഭാഗികമായ അവരുടെ വീക്ഷണത്തിൽ നിന്നുള്ള കാര്യം മാത്രം ശരി എന്ന് കരുതുന്നതിൻ്റെ പ്രശ്നമാണത്. സ്നേഹമുള്ളവർ, ഇത് നമ്മളോടൊരു ആത്മീയ വിചാരം പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കും പലപ്പോഴും നമ്മുടേതായ ചില അറിവുകളും നമ്മുടേതായ ചില കാഴ്ചപ്പാടുകളും മാത്രം ഉണ്ടായിരിക്കും. അതുമാത്രമാണ് ശരി, മറ്റൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് പലപ്പോഴും ശരിയായത് അറിയാൻ പറ്റാത്ത, തെറ്റുപറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ കിണറ്റിൽ കിടക്കുന്ന തവള എന്ന് പറയുന്ന പോലെ, തവള വിചാരിക്കുന്നു അത് മാത്രമേ ലോകമുള്ളൂ, പക്ഷേ അതിന് പുറത്ത് ലോകമുണ്ട്. ഈ സദുക്കായരുടെ പ്രശ്നവും അതുതന്നെയായിരുന്നു. അവർ ചിന്തിച്ചിരുന്ന 5 പുസ്തകങ്ങൾക്കപ്പുറത്ത് ഒരു ആത്മീയതയുടെ ലോകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളുടെ കാര്യമുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ വീടുകളിലായാലും സമൂഹങ്ങളിലായാലും വ്യക്തിപരമായ ബന്ധങ്ങളിലായാലും പലപ്പോഴും ഇത്തരം കാര്യങ്ങളാണ് പ്രശ്നങ്ങളായി മാറുന്നത്. ഓരോരുത്തരും അവനവൻ പറയുന്നത്, അവനവൻ ചിന്തിക്കുന്നത്, അവനവൻ അറിയുന്നത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയൊന്നും ശരിയല്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കാൻ പരിശ്രമിക്കാം എന്നുള്ളതാണ് ഈ സദൂക്കായർ അവരുടെ ആ പേരുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതിനെ ഇങ്ങനെ പ്രാർത്ഥനാപൂർവം വ്യാഖ്യാനിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ശക്തി അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് നമ്മൾ കാണുന്നത് സഭയിലാണ്. കൂദാശകളിലൂടെയാണ്, സഭയുടെ ജീവിതത്തിലൂടെയാണ്, സഭയുടെ പ്രബോധനങ്ങളിലൂടെയാണ്. ഇത് രണ്ടുമാണ് ആത്മീയ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. വിശുദ്ധ ലിഖിതം, സുവിശേഷം, പിന്നീട് ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സഭയുടെ കാര്യങ്ങൾ, വിശുദ്ധ കുർബാന ഉൾപ്പെടെ, കൂദാശകൾ ഉൾപ്പെടെ, സഭാപ്രബോധനങ്ങൾ ഉൾപ്പെടെ, ആത്മീയ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന സഭയുടെ കൂട്ടായ്മ ഇല്ലാതെ പോകുമ്പോഴാണ് ഇത് പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നത്. ഈശോ പറയുന്നു അതാണ്, ദൈവത്തിൻ്റെ ശക്തിയും വചനവും നിങ്ങൾ അറിയുന്നില്ല. സഭയും വിശുദ്ധ ഗ്രന്ഥവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതും സഭയിലെ ജീവിതവും തിരുവചനത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ തെറ്റുപറ്റാതിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് മാത്രം മതി എന്ന് പറയുമ്പോൾ അത് ഭാഗികമായ അറിവായി നമുക്ക് ഒരു വശം കാണാതെ തെറ്റുപറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. സഭയിൽ നിന്ന് മാറി നടക്കുന്നവർക്കുള്ള ആത്മീയമായ കുറവും അതുതന്നെയാണ്.
ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇടപെടൽ നടക്കുന്ന സഭയോട് ചേർന്ന് നിൽക്കാത്തപ്പോൾ അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ തെറ്റ് പറ്റിപ്പോകുന്നു. നമുക്ക് സഭയുടെ പ്രബോധനങ്ങളോട് ഒക്കെ ചേർന്ന് നിൽക്കാം. ഒപ്പം വചനത്തെയും അതേ പ്രാധാന്യത്തോടെ കണ്ട് ജീവിക്കാൻ പരിശ്രമിക്കും. മൂന്നാമത്തെ കാര്യം ഈശോ ഓർമ്മിപ്പിക്കുന്നത്, ഈശോ പറയുന്നു, അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഇന്നും അതേറ്റവും പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയായി എന്നും നമ്മുടെ ഉള്ളിലേക്ക് ജീവനായി കടന്നു വന്നുകൊണ്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു ദൈവമാണ്. മരിച്ച് അനങ്ങാതിരിക്കുന്ന ദൈവമല്ല. മരണമില്ലാത്ത എന്നേക്കും ജീവിക്കുന്ന അനശ്വരനായ അമർത്യനായ ആ ദൈവം ആക്റ്റീവായ ഒരു ദൈവമാണ്. ആ ഒരു ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മളും ജീവിതത്തിൽ പ്രവർത്തന നിരതരാവുകയും ഉത്സാഹത്തോടെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വ്യാപരിക്കുകയും ആത്മീയ ജീവിതത്തിലും ശുഷ്കാന്തിയും തീക്ഷ്ണതയും ഉള്ളവരും ആകണമെന്നും ഈശോ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ ശക്തി അറിയാനും വചനം അറിയാനും അത് പരസ്പരം മ്യൂച്വലി കോംപ്ലിമെൻറ്റിങ് ആണെന്ന്, പരസ്പരം സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണെന്നും അത് രണ്ടും ഉണ്ടെങ്കിലേ തെറ്റുപറ്റാതിരിക്കുകയും ആത്മീയ ജീവിതം സമഗ്രമാവുകയും ചെയ്യുകയുള്ളൂ എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ഈശോ തരുന്നത് സ്വീകരിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.